ബ്രസീലിലെ മരാബ കത്തീഡ്രലിൽ ഫാദർ അഡേമിർ അന്റോണിയോയുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലിക്കിടെയായിരുന്നു ആ സംഭവം ഉണ്ടാകുന്നത്. ഒരു ഭവനരഹിതയായ സ്ത്രീയായിരുന്നു അതിന് കാരണം. ദേവാലയത്തിലെ അൾത്താരക്കരികിലായിരുന്ന് കരയുന്ന അവളെ കണ്ടുകൊണ്ടായിരുന്നു വൈദികൻ ദിവ്യബലി ഇടയ്ക്ക് വെച്ച് നിർത്തി ആ സ്ത്രീയുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നത്. തുടർന്ന് നടന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ നനയ്ക്കും. വലിയ ദുഃഖത്താൽ കരയുന്ന ആ സ്ത്രീയെ വൈദികൻ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്രതീക്ഷിതമായി നടന്ന ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ സമയം ദേവാലയത്തിലുണ്ടായിരുന്ന ആരോ മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഇടവകക്കാർ ഒന്നടങ്കം ഈ സമയം ഇരു കൈകളും ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഭവനമില്ലാത്ത നമ്മുടെ അയൽക്കാരന് ആശ്വാസമാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വൈദികൻ്റെ പ്രവൃത്തിയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഇടയ്ക്ക് വെച്ച് ദിവ്യബലി നിർത്തിയതിൽ ഒരുപാട് ആളുകൾ അത് ശരിയാണോ എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംശയം ഉന്നയിച്ചു. എന്നാൽ അത്തരം കമൻറ്റുകൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാമായിരുന്നു. ഒരുപക്ഷെ ഇത് ദിവ്യബലി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സമയമോ അതോ അത് കഴിഞ്ഞിട്ടുള്ള അറിയിപ്പിൻ്റെ സമയമോ ആകാം. കാരണം അൾത്താരയിൽ കാസയും പീലാസയും ഒന്നും തന്നെ കാണുന്നില്ല എന്നായിരുന്നു സംശയങ്ങൾക്കുള്ള മറുപടി കമൻറ്റുകൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ യേശുവിനെ മാതൃകയാക്കി ആ പ്രവൃത്തി ചെയ്ത വൈദികനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത്തരം ചർച്ചകളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുതെന്നും നിരവധി പേർ പറഞ്ഞു. പെട്ടെന്നുണ്ടായ വൈദികൻ്റെ ഈ ഇടപെടലിനെ പ്രശംസിച്ച് ഒട്ടനവധി പേർ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്.